അമേരിക്ക ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സൈനിക മേഖലയിലുമൊക്കെ ഒരു വൻ ശക്തിയാണ്. അമേരിക്ക ഇങ്ങനെ ഒരു വൻ ശക്തിയാവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ലോക സാമ്പത്തിക മേഖലയിൽ അമേരിക്കൻ ഡോളറിനുള്ള ഒരു അപ്രമാദിത്വമാണ്. അപ്പോൾ അമേരിക്കൻ ഡോളർ എങ്ങനെയാണ് ലോക കറൻസി ആയത് എന്നും പെട്രോ ഡോളർ സംവിധാനത്തിലൂടെയൊക്കെ അമേരിക്കയ്ക്ക് എങ്ങനെയാണ് കൂടുതൽ ശക്തി ഉണ്ടായതെന്നും ഒക്കെ ഈ ചാനലിലെ തന്നെ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ ആ ഒരു അപ്രമാദിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിനെതിരെ പല ലോകരാജ്യങ്ങളും പല ലോക കറൻസികളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ റഷ്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ഇടപാടുകളെല്ലാം ഇനി മുതൽ ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ റെൻനിബിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പുതിയ കോമൺ കറൻസിയുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഒരുപാട് ലോകരാജ്യങ്ങൾ അവരുടെ ട്രേഡിനൊക്കെ വേണ്ടി അമേരിക്കൻ ഡോളർ ഉപയോഗിക്കുന്നതിന് പകരം മറ്റ് കറൻസികൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളും വരുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം അമേരിക്കൻ ഡോളറിൻ്റെ വേൾഡ് റിസർവ് കറൻസി എന്നുള്ള ഒരു സ്റ്റാറ്റസ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഈ ഒരു സമ്പ്രദായത്തെ ഡീ ഡോളറൈസേഷൻ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡീ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ആശയം മുന്നോട്ട് വരാനുള്ള സാഹചര്യം എന്താണ്, അത് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാണ് അമേരിക്കൻ ഡോളർ വേൾഡ് റിസർവ് കറൻസിയാണ്, ലോകത്തിൻ്റെ റിസർവ് കറൻസിയാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ റിസർവ് കറൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ ലോകത്തിലെ രാജ്യങ്ങൾക്കെല്ലാം അവരുടേതായിട്ടുള്ള സെൻട്രൽ ബാങ്കുകളുണ്ട്. ഈ സെൻട്രൽ ബാങ്കുകൾക്കെല്ലാം ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഉണ്ട്, ഒരു വിദേശ നാണ്യശേഖരമുണ്ട്. അപ്പോൾ ഇത്തരം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളിൽ അവർ വലിയ എമൗണ്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു വിദേശ നാണ്യത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു കറൻസിയെയാണ് റിസർവ് കറൻസി എന്ന് പറയുന്നത്. അതായത് അവരുടെ റിസർവിൽ സൂക്ഷിച്ചു വെക്കുന്ന കറൻസി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ എല്ലാ ബാങ്കുകളിലുമായിട്ട് ഏകദേശം 60% വിദേശ നാണ്യവും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ് എന്ന് കാണാം. അതുകൊണ്ടാണ് അമേരിക്കൻ ഡോളറിനെ ലോകത്തിൻ്റെ റിസർവ് കറൻസി എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ ഡോളർ എല്ലാ ബാങ്കുകളുടെയും അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു റിസർവ് കറൻസിയായി മാറുന്നത്? ഈ ഒരു കറൻസി കൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും, ഈ ഒരു കറൻസി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അക്സെപ്റ്റബിൾ ആണ്. ഇൻ്റർനാഷണൽ ട്രേഡിനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇതേ ഒരു കറൻസി തന്നെ ആയതുകൊണ്ട് ഈ ഒരു കറൻസി സൂക്ഷിച്ചു വെക്കാൻ എല്ലാ രാജ്യങ്ങളും നിർബന്ധിതരാകുന്നു. അങ്ങനെയാണ് അമേരിക്ക ലോകത്തിൻ്റെ വേൾഡ് കറൻസിയായി മാറുന്നത്. പക്ഷെ ഒരു കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ചരിത്രത്തിൽ എല്ലാ കാലഘട്ടത്തിലും അമേരിക്കൻ ഡോളർ ആയിരുന്നില്ല ലോകത്തിൻ്റെ റിസർവ് കറൻസി എന്ന് പറയുന്നത്. ഒരു 19-ാം നൂറ്റാണ്ടിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ബ്രിട്ടീഷ് കറൻസി ആയിട്ടുള്ള ബ്രിട്ടീഷ് പൗണ്ട് ആയിരുന്നു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ റിസർവ് കറൻസിയായി യൂസ് ചെയ്തിരുന്നത്. എന്നാൽ 1920-കളിലൊക്കെ അമേരിക്കൻ ഡോളർ പതിയെ ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധമാണ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അമേരിക്കയിലേക്ക് ഒരുപാട് ഗോൾഡ് റിസർവുകൾ കടന്നു വരികയും അമേരിക്കൻ ഡോളർ ഒരു സ്ട്രോങ് കറൻസിയായി മാറുകയും ചെയ്യുന്നു. എന്നാൽ അമേരിക്കൻ ഡോളർ പ്രധാനമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിൽ ലോകത്തിൻ്റെ റിസർവ് കറൻസിയായി മാറാൻ തുടങ്ങുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് എന്ന് കാണാം. ഈ ചാനലിലെ തന്നെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺഫറൻസ് വരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിലെ അലൈഡ് നേഷൻസ് അല്ലെങ്കിൽ സഖ്യരാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന 44ഓളം രാജ്യങ്ങൾ അമേരിക്കൻ കറൻസിയിലേക്ക് അവരുടെ കറൻസി പെഗ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. പിന്നീട് 1970 അമേരിക്ക തന്നെ പെട്രോ ഡോളർ സംവിധാനം മുന്നോട്ട് വെക്കുന്നു. ഇങ്ങനെ പല ചരിത്ര സംഭവങ്ങളിലൂടെയാണ് അമേരിക്കൻ ഡോളർ ലോകത്തിൻ്റെ റിസർവ് കറൻസിയായി മാറുന്നത്. അപ്പോൾ പല കാലഘട്ടങ്ങളിൽ പല രാജ്യത്തിൻ്റെ കറൻസികൾ റിസർവ് കറൻസികളായിരുന്നതുകൊണ്ട് നമുക്കൊരു സംശയം തോന്നും, ഏത് രാജ്യത്തിൻ്റെയും കറൻസിക്ക് റിസർവ് കറൻസിയായി മാറാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് IMF തന്നെ ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഒരു കറൻസിക്ക് വേൾഡ് കറൻസി അല്ലെങ്കിൽ വേൾഡ് റിസർവ് കറൻസി ആകാനുള്ള യോഗ്യതകളായിട്ട് പറയുന്നത്. ഒന്നാമത്തേത് ഗുഡ് ഗവേണൻസ്, രണ്ടാമത്തേത് എക്കണോമിക് സ്റ്റെബിലിറ്റി, മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിലൊക്കെയുള്ള ഒരു ഓപ്പൺനെസ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം നല്ല രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്, ആ രാജ്യത്ത് നല്ല രീതിയിലുള്ള സമാധാനം ഉണ്ടാവണം, അതുപോലെ തന്നെ ജനാധിപത്യം നിലനിൽക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. രണ്ടാമത്തേത് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല ഭദ്രമായിരിക്കണം, ആ രാജ്യത്തിൻ്റെ കറൻസിക്ക് നല്ല രീതിയിലുള്ളൊരു വാല്യൂ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇൻ്റർനാഷണൽ ട്രേഡിനൊക്കെ വേണ്ടിയിട്ട് ഈ കറൻസി ഉപയോഗിക്കണമെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിലും ഒക്കെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഓപ്പൺനെസ് വേണം. അപ്പോൾ ഈ 3 ഘടകങ്ങൾ ഏതെങ്കിലും രാജ്യത്തിനുള്ളപ്പോഴാണ് ആ രാജ്യത്തിന് വേൾഡ് കറൻസിയായി മാറാൻ സാധിക്കുക. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം ആ 3 ഘടകങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ട്രോങ് കറൻസി ഉണ്ടായിരുന്ന രാജ്യം അമേരിക്ക ആയിരുന്നതുകൊണ്ടാണ് അമേരിക്കൻ ഡോളർ പതിയെ പതിയെ ലോകത്തിൻ്റെ റിസർവ് കറൻസിയായി മാറുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കറൻസി ഈ രീതിയിലൊരു വേൾഡ് റിസർവ് കറൻസിയായി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് കാണാം.
ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ പെട്രോ ഡോളർ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എണ്ണ വ്യാപാരം നിലനിൽക്കുന്ന അത്രയും കാലവും അമേരിക്കൻ ഡോളറിന് ലോക മാർക്കറ്റിൽ എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. അതിന് അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാം 60% റിസർവ് കറൻസി വന്നിരിക്കുന്നത് അമേരിക്കൻ ഡോളറിലാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ വിദേശ നാണ്യ നിക്ഷേപത്തിൽ ഏകദേശം $580 ബില്യൺ അമേരിക്കൻ ഡോളറിലാണ് എന്ന് കാണാം. അപ്പോൾ ഈ $580 ബില്യൺ നമ്മളെപ്പോഴും ട്രാൻസാക്ഷൻസ് നടക്കുന്നില്ല. ഇതിനകത്ത് കുറേ ഭാഗവും നമ്മളവിടെ വെറുതെ വെച്ചിരിക്കുകയാണ്. സോ ആ പണം നമ്മൾ വെറുതെ വെക്കുന്നതിന് പകരം ഇത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബോണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം അത് ഡോളർ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ബോണ്ടുകളാണ്. അപ്പോൾ ഇതുപോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ഭൂരിഭാഗം അമേരിക്കൻ ഡോളറും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ട്രഷറി ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുകയും അമേരിക്കയിലെ ആ ഒരു മാർക്കറ്റ് എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 7 ട്രില്യണിനും 8 ട്രില്യൺ ഡോളറിനും ഇടയിലുള്ള വിദേശ നിക്ഷേപം അമേരിക്കയിൽ നടക്കുന്നത് കാണാം. അപ്പോൾ അവരുടെ മാർക്കറ്റിന് അത്രയും നല്ലൊരു പുരോഗതി കിട്ടുകയാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുകയാണ്. ഇതൊരു വലിയ അഡ്വാൻറ്റേജായി മാറുകയാണ്. പിന്നെ പെട്രോ ഡോളർ സംവിധാനത്തിൻ്റേതായിട്ടുള്ള മറ്റ് അഡ്വാൻറ്റേജുകളും അമേരിക്കയ്ക്ക് ലഭിക്കുന്നത് കാണാം. പക്ഷേ ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ ഒരു സംവിധാനത്തെ അമേരിക്ക എന്ന രാജ്യം മിലിറ്ററി പരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ദുരുപയോഗം ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ അടുത്ത കാലത്തെ വാർത്തകൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഇൻട്രസ്റ്റുകൾക്കെതിരെയായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ അമേരിക്ക കൊണ്ടുവരുന്നത് കാണാം. ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ റഷ്യക്കെതിരെ ഒരുപാട് സാങ്ഷൻസ് അമേരിക്ക കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സാങ്ഷൻസിൽ ഭൂരിഭാഗം എന്താണ് ചെയ്യുന്നത്? റഷ്യയിലേക്കുള്ള ഡോളറിൻ്റെ ട്രാൻസാക്ഷൻസിനെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോളറിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് ബാങ്കുകളിലെ സ്വിഫ്റ്റ് സംവിധാനം എന്ന് പറയുന്നത്. ആ സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ നിന്നും റഷ്യയെ പുറത്താക്കുന്നതിലൂടെ അവർക്ക് ഡോളറിൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റാതെ വരുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഡോളറിലുള്ള നിക്ഷേപം, റഷ്യയുടെ ഏകദേശം $600 ബില്യൺ നിക്ഷേപം അമേരിക്കയിലുണ്ട് എന്ന് കാണാം. ആ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം അമേരിക്ക ഫ്രീസ് ചെയ്യുകയും റഷ്യയുടെ ആ ഒരു വിദേശ നാണ്യ നിക്ഷേപം ഇല്ലാതാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത്തരം രാജ്യങ്ങൾക്ക് ഓയിൽ വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. കാരണം ഓയിൽ വാങ്ങിക്കണമെങ്കിൽ ഡോളറിലെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലെല്ലാം അമേരിക്കൻ ഡോളറിൻ്റെ മുകളിലുള്ള അവരുടെ കൺട്രോൾ ഉപയോഗിച്ച്, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങൾക്ക് മേലെ അവരെപ്പോഴും ഉപരോധങ്ങൾ കൊണ്ടുവരികയും ആ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്നത് കാണാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറാനുമേലെ ഇതുപോലൊരു ഉപരോധം കൊണ്ടുവരുന്നുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ന്യൂക്ലിയർ ഡീലിൽ അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഇറാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇറാനെയും ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഒരുപാട് ഉപരോധം അവർക്ക് മേലെ കൊണ്ടുവരുന്നു. ഇതുപോലെ പല രാജ്യങ്ങളുടെ മുകളിലും അമേരിക്കൻ ഡോളറിൻ്റെ ഈ വേൾഡ് റിസർവ് കറൻസി എന്നുള്ള സ്റ്റേറ്റസ് ദുരുപയോഗം ചെയ്യുന്നത് കാണാം. ഇനി അമേരിക്ക ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്ന രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക മേഖലയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അമേരിക്കൻ എക്കോണമിയിൽ ഉണ്ടാവുമ്പോൾ ഈ ഡോളറിൻ്റെ റിസർവ് കറൻസി എന്ന് പറഞ്ഞുള്ള സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് അവർ പലതരത്തിലുള്ള തിരിമറികളും നടത്തുന്നത് കാണാം. ഇപ്പോൾ ഏതെങ്കിലും ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും തന്നെ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഡെഫിസിറ്റുകൾ ഉണ്ടാവാറുണ്ട്, ധനക്കമ്മികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്? അവർ കൂടുതൽ ബോണ്ടുകൾ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യുന്നു, അതുപോലെ തന്നെ പുതിയ നോട്ടുകൾ പ്രിന്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഭൂരിഭാഗ സമയങ്ങളിലും അവർ ഈ ഡെഫിസിറ്റിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് രാജ്യങ്ങളിലെല്ലാം ഇൻഫ്ലേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ആ രാജ്യത്തെ കറൻസിയുടെ വാല്യൂ താഴേക്ക് പോകും. ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കാണാം. അപ്പോൾ അമേരിക്കയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണാം. അപ്പോൾ 2001 .com ബബിള്, അല്ലെങ്കിൽ 2008 ഹൗസിംഗ് ക്രൈസിസ്, 2020 കോവിഡ്, ഈ സമയത്തൊക്കെ അമേരിക്കൻ ഗവൺമെൻറ് അല്ലെങ്കിൽ അമേരിക്കയുടെ എക്കോണമിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ സമയങ്ങളിലൊന്നും അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ സ്പെൻഡിങ് കുറയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്പെൻഡിങ് പഴയ പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു. അവർക്ക് വലിയ രീതിയിലുള്ള ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും 1.8 ട്രില്യൺ to 2 ട്രില്യൺ ആണ് അവരുടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഡെറ്റ് റേഷ്യോ ആയിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയധികം കടം അവർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ സമയങ്ങളിലൊക്കെ അവർ ധാരാളം നോട്ട് പ്രിന്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് അമേരിക്കയ്ക്ക് കിട്ടുന്നില്ല എന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്ത് അമേരിക്കൻ ഡോളറിന്, മാർക്കറ്റിൽ അമേരിക്കൻ ഡോളറിന് നല്ല ഡിമാൻഡുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ ട്രഷറി ബോണ്ടുകൾക്കും, അമേരിക്കയുടെ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ബോണ്ടുകൾക്ക് നല്ല ഡിമാൻഡുണ്ട്. സോ എത്ര ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാലും അമേരിക്കയുടെ എക്കോണമിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, എന്നാൽ ആ പ്രശ്നങ്ങൾ വേൾഡ് എക്കോണമിയിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു സിസ്റ്റം നൽകുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അല്ലെങ്കിൽ അമേരിക്കൻ സാമ്പത്തിക മേഖല ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് രീതിയിലും അമേരിക്ക ഈ ഡോളറിൻ്റെ വേൾഡ് റിസർവ് കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റസിനെ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലാകാലങ്ങളായിട്ട് പല രാജ്യങ്ങളും ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചത് 2014 ശേഷമാണെന്ന് കാണാം. 2014 റഷ്യ ഉക്രൈനെ ആക്രമിക്കുകയും ഉക്രൈൻ്റെ ഭാഗമായിരുന്ന ക്രിമിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ അനക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേലെ ഉണ്ടാകുന്നുണ്ടായിരുന്നു.
അപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ ആ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള ധാരണയിലെത്തുകയാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് അമേരിക്കൻ ഡോളറിൽ നടത്തുന്നതിന് പകരം ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ റെംനിബിയിൽ നടത്താൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ 2014 ശേഷം റഷ്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ യുവാനിലുള്ള അവരുടെ ട്രേഡിൽ 80 മടങ്ങിൻ്റെ വർധന ഉണ്ടായിരിക്കുന്നത് കാണാം. അതിനുശേഷം ഇറാൻ്റെ മുകളിലും അമേരിക്ക ഇതുപോലത്തെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറാനും റഷ്യയും തമ്മിലുള്ള വ്യാപാരം ഈ രീതിയിൽ അവരുടെ ലോക്കൽ കറൻസിയിൽ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഇറാനും ചൈനയും തമ്മിലുള്ള വ്യാപാരം അവരുടെ ലോക്കൽ കറൻസിയിൽ ആരംഭിക്കുന്നു. ഇന്ത്യയൊക്കെ ഒരുപാട് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറാൻ സബ്സിഡൈസ്ഡ് റേറ്റിൽ ഇന്ത്യക്ക് ഓയിൽ നൽകാമെന്നുള്ളൊരു വാഗ്ദാനം മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഓയിൽ വ്യാപാരം ഇന്ത്യൻ റുപ്പിയിൽ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായെങ്കിലും ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളും ഈ ഒരു സമയത്ത് അമേരിക്ക ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടും മാത്രമല്ല അവർക്ക് ഇതിനകത്ത് നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത് കൊണ്ടും അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ഇൻ്റർനാഷണൽ ട്രേഡുകൾ അവരുടെ സ്വന്തം കറൻസിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ ഡോളറിന് വലിയൊരു ഇടിവുണ്ടാവാൻ അല്ലെങ്കിൽ റിസർവ് കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റസിനെ ബാധിക്കാനോ ഒന്നും ഇത്തരം തീരുമാനങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ 2022 വീണ്ടും റഷ്യ ഉക്രൈനെ ആക്രമിക്കുകയും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വലിയ ഉപരോധങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ഒരു സിസ്റ്റത്തിനെതിരെ മുന്നോട്ട് വരികയാണ്. റഷ്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ റെംനിബിയിൽ നടത്തുന്നതെന്ന് മാത്രമല്ല റഷ്യ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങൾ ഏഷ്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഒക്കെ പല രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡും ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ റെംനിബിയിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ റഷ്യയെ പോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് ഉപരോധം ഉണ്ടാവാം എന്ന് ഭീഷണിയുള്ള മറ്റൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയും ഈ ഒരു സാഹചര്യത്തെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പല രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ചൈനീസ് കറൻസിയിൽ തന്നെ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രസീലും അർജന്റീനയും അവരുടെ ഇടയിൽ ഒരു കോമൺ കറൻസി മുന്നോട്ട് വെക്കാൻ തീരുമാനിക്കുന്നു. US ഡോളറിലുള്ള ട്രേഡെല്ലാം നിർത്തിയിട്ട് ഒരു കോമൺ കറൻസി കൊണ്ടുവന്ന് അവരുടെ ഇടയിലുള്ള ട്രേഡുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതുപോലെ 2023 ജനുവരിയിൽ ആസിയാൻ്റെ ഭാഗമായിട്ടുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആശയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും അമേരിക്കൻ ഡോളറിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ എല്ലാം മുകളിൽ ഏറ്റവും വലിയ തീരുമാനം വരുന്നത് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നാണെന്ന് കാണാം. കാരണം അമേരിക്കൻ ഡോളറിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കറൻസിയാക്കി മാറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് പെട്രോ ഡോളർ സംവിധാനമാണ്. ആ പെട്രോ ഡോളർ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള രാജ്യം സൗദി അറേബ്യയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ടാവുന്നത് കാണാം. അമേരിക്കയ്ക്ക് ഇറാനുമായിട്ടുള്ള ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ടിട്ട് ചില പുതിയ തീരുമാനങ്ങൾ കൂടി വന്നതോടുകൂടി സൗദി അറേബ്യയും അവരുടെ ഈ പെട്രോ ഡോളർ സംവിധാനത്തിൽ നിന്ന് മാറാനുള്ള ചില ചർച്ചകൾ നടത്തുകയാണ്. അതായത് ഓയിൽ ട്രാൻസാക്ഷൻസ് അമേരിക്കൻ ഡോളറിൽ നടത്തുന്നതിന് പകരം ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ റെംനിബിയിൽ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. പെട്രോ ഡോളർ എന്ന ആശയത്തിന് പകരം പെട്രോ യുവാൻ എന്ന പുതിയൊരു വാക്ക് തന്നെ അവർ മുന്നോട്ട് വെക്കാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്രയും വലിയൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ പെട്രോ ഡോളർ സിസ്റ്റം തന്നെ ഇല്ലാതാവുകയും അമേരിക്കൻ ഡോളറിൻ്റെ വലിയൊരു പവർ തന്നെ ഇല്ലാതാവുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതേ കാലഘട്ടത്തിൽ തന്നെ ബ്രിക്സ്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടുള്ള ബ്രിക്സും ഒരാശയം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് അവരുടെ ഭാഗത്തുനിന്നും പുറത്ത് വന്നിട്ടില്ല. 5 രാജ്യങ്ങൾ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ 5 രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് കോമൺ ആയിട്ടുള്ള ഒരു കറൻസി, ലോകത്തെല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ ആയിട്ടുള്ള കറൻസി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല രാജ്യങ്ങളും തീരുമാനമെടുക്കുന്നതിൻ്റെയും ആക്ഷൻസ് എടുക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അമേരിക്കൻ ഡോളർ എത്രത്തോളം രാജ്യങ്ങൾ റിസർവ് കറൻസിയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ള കണക്കുകൾ നോക്കിയാൽ വലിയൊരു ഇടിവ് വന്നിരിക്കുന്നത് കാണാം. 1999 ലോകരാജ്യങ്ങളുടെ എല്ലാം 70% റിസർവ് കറൻസിയും US ഡോളർ ആയിരുന്നുവെങ്കിൽ 2022 അത് 59% കുറഞ്ഞിരിക്കുകയാണ്. ഏകദേശം ഇതേ സമയത്ത് തന്നെ അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ ഹെഡ് പറഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ ഡോളർ മാത്രമല്ലാതെ ഒന്നിലധികം റിസർവ് കറൻസികളുമായിട്ട് ലോകം മുന്നോട്ട് പോകാനുള്ള സാധ്യതയെ തള്ളിക്കളയാനാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡോളറൈസേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ആശയം നടപ്പിലാവുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിൻ്റെ ശക്തി നഷ്ടപ്പെടുകയും വേൾഡ് റിസർവ് കറൻസി എന്ന് പറഞ്ഞുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കൻ സാമ്പത്തിക മേഖലയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയായിരിക്കും. സാമ്പത്തിക മേഖലയ്ക്ക് മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടും അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ മുകളിലുള്ള ഒരു വലിയ ശക്തി നഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല അതിൻ്റെ ചില ഇമ്പാക്റ്റ് വേൾഡ് എക്കോണമിക്കും ഉണ്ടാവും എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിസർച്ചുകൾ, അതായത് വേൾഡ് റിസർവ് കറൻസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ചുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. അതിലൊരാൾ പറഞ്ഞിരിക്കുന്നത്
94 മുതൽ 100 വർഷത്തിൻ്റെ ഇടയിലാണ് സാധാരണയായിട്ട് റിസർവ് കറൻസിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഡച്ച് കറൻസി ആയിരുന്നു, പിന്നീട് ബ്രിട്ടീഷ് പൗണ്ട് ആയിരുന്നു, അതിന് ശേഷമാണ് അമേരിക്കൻ ഡോളർ വന്നത് എന്ന്. അപ്പോൾ അമേരിക്കൻ ഡോളർ, അതായത് ആ ഒരു ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിൻ്റെ റിസർവ് കറൻസി എന്ന് പറഞ്ഞുള്ള പദവി നഷ്ടപ്പെടാനും പുതിയൊരു റിസർവ് കറൻസി ഉദയം ചെയ്യാനുമുള്ള റൈറ്റ് ടൈമാണിത് എന്നാണ് റിസർച്ചുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ ബാങ്കുകളുടെ, സെൻട്രൽ ബാങ്കുകളുടെ എല്ലാം 58% റിസർവ് കറൻസിയും US ഡോളർ തന്നെയാണ്. US ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ കഴിവും ശക്തിയുമുള്ള ഒരു പുതിയ കറൻസി വന്നാൽ മാത്രമേ അമേരിക്കൻ ഡോളറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡോളറൈസേഷൻ നടക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് അമേരിക്കൻ ഡോളറിന് വേൾഡ് റിസർവ് കറൻസി എന്ന് പറഞ്ഞുള്ള സ്റ്റാറ്റസ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ചിലപ്പോൾ ഒന്നിലധികം, അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ ഹെഡ് പറഞ്ഞതുപോലെ ഒന്നിലധികം റിസർവ് കറൻസികൾ ഉണ്ടായേക്കാം. അമേരിക്കൻ ഡോളർ റിസർവ് കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞേക്കാം, പക്ഷേ ഒരിക്കലും അതിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് നഷ്ടപ്പെടില്ല എന്ന് പറയുന്നു. ഇനി അമേരിക്കൻ ഡോളറിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് കറൻസിയാണുള്ളത്? ഇപ്പോൾ ഒരുപാട് പേരും ഉപയോഗിക്കുന്നത് ചൈനയുടെ കറൻസി ആയിട്ടുള്ള യുവാൻ റെംനിബി ആണ് എന്ന് തിരിച്ചറിയുക. പക്ഷേ ലോകത്തിലെ മുഴുവൻ റിസർവിൻ്റെയും 5% താഴെ മാത്രമാണ് നിലവിൽ ചൈനയുടെ യുവാൻ റെംനിബി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന 5%-ൻ്റെ 1/3 റഷ്യയുടെ റിസർവിലാണ് എന്നുകൂടി തിരിച്ചറിയുക. അത് റഷ്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബന്ധം നിലനിൽക്കുന്നത് റഷ്യയുടെ കയ്യിലാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ US ഡോളറിനെ മാറ്റിക്കൊണ്ട്, റീപ്ലേസ് ചെയ്തുകൊണ്ട് ചൈനയുടെ കറൻസി ലോകത്തിൻ്റെ വേൾഡ് കറൻസി ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 അടിസ്ഥാന യോഗ്യതകളാണ് ഒരു കറൻസി റിസർവ് കറൻസി ആവാൻ വേണ്ടി പറയപ്പെടുന്നത്. ഗുഡ് ഗവേണൻസ്, എക്കണോമിക് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ട്രേഡിലൊക്കെയുള്ള ഓപ്പൺനെസ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ്സ്, അവിടെ ഡെമോക്രസി ഇല്ല, ഡിക്റ്റേറ്റർഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അതായത് ബിസിനസ്സൊക്കെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൻ്റെ കീഴിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് ഗുഡ് ഗവേണൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അതിനോടൊപ്പം തന്നെ ക്യാപിറ്റൽ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് കാര്യങ്ങളിലൊക്കെ ചൈനയുടെ ഓപ്പൺനെസ് ഒക്കെ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടും ഭൂരിഭാഗം ലോകരാജ്യങ്ങളും ചൈനയുടെ കറൻസിയെ ഒരു റിസർവ് കറൻസിയായിട്ട് അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പല വാർത്തകളും അഭിപ്രായപ്പെടുന്നത് പോലെ ബ്രിക്സ് രാജ്യങ്ങൾ ഒരു കോമൺ കറൻസി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ, ശക്തമായിട്ടുള്ള ഒരു കറൻസി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് US ഡോളറിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ചോദ്യം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ബ്രിക്സ് രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളാണുള്ളത്. ഇവിടെ സാമ്പത്തികമായി ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യം ചൈനയാണ് എന്ന് കാണാം. ചൈനയുടെ GDP എന്ന് പറയുന്നത് $16 ട്രില്യൺ. മറ്റ് 4 രാജ്യങ്ങൾ, അതായത് ബ്രസീൽ, ഇന്ത്യ, റഷ്യ, സൗത്ത് ആഫ്രിക്ക, ഈ 4 രാജ്യങ്ങളുടെയും കൂടെ GDPയുടെ ടോട്ടൽ എന്ന് പറയുന്നത് വെറും $7 ട്രില്യൺ എന്ന് കാണാം. അതായത് മറ്റ് 4 രാജ്യങ്ങളെ ഇരട്ടിയിലും അധികം അവിടെ സ്വാധീനമുള്ളത് ചൈനയ്ക്കാണ് എന്ന് കാണാം. അപ്പോൾ ഈ ബ്രിക്സിലെ 5 രാജ്യങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു കോമൺ കറൻസി മുന്നോട്ട് വെച്ചാൽ പോലും അവിടെ ചൈനയ്ക്ക് വ്യക്തമായിട്ടുള്ളൊരു സ്വാധീനം ഉണ്ടാവുമെന്ന് കാണാം. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഇന്ത്യ ഒരിക്കലും ചൈനയുടെ ആ ഒരു സുപ്രീമസി അംഗീകരിക്കാനുള്ള സാധ്യത ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ചേർന്ന ഗ്രൂപ്പിൽ ചൈനയുടെ സ്വാധീനമുള്ള ഒരു കറൻസി മുന്നോട്ട് വെച്ച് നമ്മളതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബ്രിക്സിൻ്റെ കോയിൻ്റെ അല്ലെങ്കിൽ ബ്രിക്സ് ഒരു കറൻസി മുന്നോട്ട് വെച്ചിട്ട് അത് വേൾഡ് കറൻസിയായി മാറാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇനി മറ്റൊരു അഭിപ്രായം മുന്നോട്ട് വരുന്നത് ഒരു എൻറ്റയർലി പുതിയ കറൻസി, ആ പുതിയ കറൻസിയുടെ വിലയെ ബാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗോൾഡ്, അതുപോലെ തന്നെ റെയർ എർത്ത് എലമെൻറ്റ്സ്, അതായത് വളരെ മൂല്യമുള്ള വസ്തുക്കൾ ഇതിനെ ബാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു പുതിയ കറൻസി എല്ലാവരും കൂടെ ചേർന്ന് മുന്നോട്ട് കൊണ്ടുവരികയും ആ പുതിയ കറൻസി വേൾഡിൻ്റെ റിസർവ് കറൻസി ആയിട്ട് മാറാനുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. പക്ഷേ അങ്ങനെ ഒരു കറൻസിയൊക്കെ മുന്നോട്ട് വന്ന് ഈ ഒരു സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനൊക്കെ ഒരുപാട് സമയമെടുക്കുമെന്ന് മനസ്സിലാക്കുക. പിന്നെ വരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു പുതിയ ക്രിപ്റ്റോ കറൻസി, അതായത് ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ സെൻട്രൽ അതോറിറ്റികൾ കൂടി ചേർന്ന് നിർമ്മിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ഡോളറിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ റിസർവ് കറൻസി ആവുന്നുവെന്ന്. പക്ഷേ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ ആളുകൾക്കുള്ള വിശ്വാസം, അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ ട്രാൻസാക്ഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകൾ ഉള്ളതുകൊണ്ട് തന്നെ, ടെക്നിക്കലായിട്ട് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് നടക്കാനുള്ള സാധ്യതയും പലരും തള്ളിക്കളയുകയാണ്. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വെക്കുന്ന ചോദ്യം, ഈ ഡോളറൈസേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ അതിന് പൊതുവെ വരുന്നൊരു ഉത്തരം, US ഡോളറിനെ റീപ്ലേസ് ചെയ്യാനൊന്നും ഈ സമീപ ഭാവിയിൽ സാധിക്കുകയില്ല. US ഡോളർ, വേൾഡ് റിസർവിലുള്ള US ഡോളറിൻ്റെ അളവിലൊക്കെ കുറവ് വരും, US ഡോളറിൻ്റെ ഡോമിനൻസിലൊക്കെ കുറവ് വന്നേക്കാം. പക്ഷേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും മേജറായിട്ട് ഉപയോഗിക്കുന്ന റിസർവ് കറൻസി ആയിട്ട് US ഡോളർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളൊരു മറുപടിയാണ് ഭൂരിഭാഗം ആളുകളുടെയും അടുത്തുനിന്ന് വരുന്നത്. അപ്പം മുന്നോട്ട് വരുന്ന അടുത്ത സംശയം, 94 മുതൽ 100 വർഷത്തിൻ്റെ ഇടയിൽ ലോകത്തിലെ റിസർവ് കറൻസികളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ US ഡോളറിനെ മാറ്റി പുതിയൊരു കറൻസി വരാനുള്ള റൈറ്റ് ടൈം ഇതാണ് എങ്കിൽ അതെന്തുകൊണ്ട് സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ആ തിയറിയെ കുറച്ചും കൂടി അടുത്തറിയേണ്ടത്. ലോകത്ത് വലിയ വിപ്ലവങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോഴോ മാത്രമാണ് ഈ റിസർവ് കറൻസി സ്റ്റാറ്റസിൽ ചേഞ്ചുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് പൗണ്ടിൽ നിന്നും അമേരിക്കൻ ഡോളറിലേക്കുള്ള ചേഞ്ച് വന്നത് 1ാം ലോക മഹായുദ്ധത്തിൻ്റെയും 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും ഭാഗമായിട്ടാണ്.
അതുപോലെ വലിയ രീതിയിലുള്ള ഏതെങ്കിലും വിപ്ലവങ്ങളോ യുദ്ധങ്ങളോ നടന്നാൽ മാത്രമേ പെട്ടെന്ന് US ഡോളറിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു കറൻസിക്ക് റിസർവ് കറൻസിയായി മാറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ ഇവന്റ് അല്ലെങ്കിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് ഈ വീഡിയോയിലൂടെ നൽകാൻ സാധിക്കില്ല. നമുക്കത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. സോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ കുറേ അറിവുകൾ നിങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.